Good morning. Okay. നമ്മള് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പോണൻസ് 11 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞു അല്ലേ? 11 പറഞ്ഞില്ലേ? അല്ല നമ്മൾ ആ ലബോറട്ടറി റിപ്പോർട്ട് അത് പറഞ്ഞില്ലായിരുന്നോ? ഒന്ന് നോക്കിയേ. ലബോറട്ടറി മാനേജ്മെന്റ് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ഇൻഷുറൻസ് മാനേജ്മെന്റ്, ലബോറട്ടറി മാനേജ്മെന്റ്, റിപ്പോർട്ട് മാനേജ്മെന്റ്. ലബോറട്ടറി മാനേജ്മെന്റ് പറഞ്ഞു അല്ലെ? ഞാൻ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലേ, അത് ഇടയ്ക്ക് അത് വിട്ടുപോയോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി, അതുകൊണ്ട് ചോദിച്ചാട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ 11 കമ്പോണൻസ് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ബെനിഫിറ്റ്സ് ആയിരുന്നു. ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ എന്താ പറഞ്ഞു? ഫസ്റ്റ് പറഞ്ഞു ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് ദ ഹോസ്പിറ്റൽ. പേഷ്യൻസും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിലെ ഡേറ്റാസ് സുരക്ഷിതമായി വെക്കാനായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം സഹായിക്കുന്നു. പിന്നെ ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡേറ്റ. പേഷ്യന്റ് ഡേറ്റയിലേക്കുള്ള ആ പ്രവേശനം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് നാലാമത്തെ പറഞ്ഞത് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. നമ്മൾ ഓരോന്നിനും എടുക്കുന്ന അല്ലെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ടൈം അത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റിനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം അല്ലെങ്കിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരാം അല്ലെ. ഇതിപ്പോ ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കൂടെ നമുക്ക് എന്താണ് ആ അപ്പോയിന്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്കത് ശരിയാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ടേൺ അറൗണ്ട് ടൈം, അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ടൈം കുറയ്ക്കാനും സാധിക്കുന്നു. 4 അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഏതൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ, സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡേറ്റ, ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡേറ്റ, ദെൻ നാലാമത്തെ എന്താണ്? റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് 5ാമത്തെ ബെനിഫിറ്റ് ആണ് കേട്ടോ. ബെനിഫിറ്റ്സിൽ 5ാമത്തെയാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. കോസ്റ്റ്, നമ്മുടെ ചെലവുകള്. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഫലപ്രാപ്തി അല്ലെ. നമുക്ക് എങ്ങനെ കോസ്റ്റ് എങ്ങനെയാ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും? എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി അല്ലേ. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിന് വരുന്ന ആ ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. ഇൻട്രൊഡ്യൂസിങ് ആൻ HMS can lead to significant cost saving for hospital. ഹോസ്പിറ്റലില് നമ്മള് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഹോസ്പിറ്റലിലെ ചെലവുകള് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? എല്ലാ കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നോളജി ഒക്കെ വന്നപ്പോ നമുക്ക് കുറെ ജോലികൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിന്റെ എംപ്ലോയീസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റൂലേ അല്ലെ? അതൊരു രീതിയല്ലേ? എംപ്ലോയീസിന്റെ എണ്ണം നമുക്ക് അവിടെ കുറയ്ക്കാം, സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാം. ഇപ്പൊ ഓരോ സ്റ്റാഫുകൾ എഴുതി കുത്തിയൊക്കെ എടുക്കണമെങ്കിൽ കുറെ സ്റ്റാഫുകൾ വേണം, കുറെ ടൈമും വേണം. പക്ഷെ ഇപ്പൊ എല്ലാം സിസ്റ്റത്തിലായതുകൊണ്ട് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യും അവിടെ അല്ലെ. അപ്പൊ ഒരു 5 പേര് നിൽക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഒരു സ്റ്റാഫിനെ അവിടെ റിക്രൂട്ട് ചെയ്താൽ മതിയാവും, നിയമിച്ചാൽ പോരെ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്താ പറ്റും? ആ കോസ്റ്റ്, ഹോസ്പിറ്റലിന് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറെ പിശകുകളൊന്നുമില്ല, ഇററുകളൊന്നും വരില്ല അല്ലെ. അങ്ങനെ നമുക്ക് എന്താ ബില്ല് കാര്യങ്ങളൊക്കെ വേഗത്തിന് സെറ്റ് ചെയ്യാനും ക്ലൈംസുകൾ ഒക്കെ വേഗം റെഡിയാക്കാനും ടെസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടാനും, അതായത് ഒരു മിസ്റ്റേക്കും വരാത്ത രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ HMSലൂടെ അവിടെ ഹോസ്പിറ്റലില് ഡെയിലി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുമൂലം എന്താണ്? ഹോസ്പിറ്റലിന് വരുന്ന ചിലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇൻട്രൊഡ്യൂസിങ് HMS can lead to significant cost saving for hospitals. It helps. ഇനി എന്തിനു സഹായിക്കുന്നു നോക്കിയേ? At reducing administrative overheads, enhancing resource allocation and reducing the wastage of medical supplies. ഇനി നോക്കിയേ, ഈ HMS ഹോസ്പിറ്റല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനു സഹായിക്കുന്നു? By reducing
അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, ഭരണപരമായിട്ടുള്ള ചിലവുകള്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, ക്ലിനിക്കലല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നമുക്ക് ചിലവുകള് കുറയ്ക്കാൻ സാധിക്കുന്നു. എൻഹാൻസിങ്, എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. റിസോഴ്സ് അലോക്കേഷൻ, റിസോഴ്സുകള് അനുവദിക്കുന്നത് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. ആൻഡ് റെഡ്യൂസിങ് ദ വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ്, മെഡിക്കൽ സപ്ലൈകളുടെ വേസ്റ്റേജ് അല്ലെ, നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മാത്രം എന്താ നമുക്ക് സ്റ്റോക്ക് ഒക്കെ നമ്മൾ കൊണ്ടുവന്നാൽ മതി അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ മെഡിക്കൽ സപ്ലൈകള് അത് വേസ്റ്റ് ആവുന്നത്, പാഴായി പോകുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു. അതൊന്നും മൂന്നെണ്ണം നോട്ട് ചെയ്തിട്ട് ഇടുക. ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്യുക, അതിന്റെ ഒപ്പം തന്നെ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തിടുക. HMS ഹെൽപ്പ് ബൈ റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, ഭരണപരമായിട്ടുള്ള ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. എൻഹാൻസിങ്, മെച്ചപ്പെടുത്തുക. റിസോഴ്സ് അലോക്കേഷൻ, വിഭവവിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. വേസ്റ്റേജ്, മെഡിക്കൽ സപ്ലൈകളുടെ വേസ്റ്റേജ് കുറയ്ക്കാനും സാധിക്കുന്നു. ആൻഡ് HMS ക്യാൻ ഓൾസോ maximize revenue streams by making sure timely billing and reducing client denials. Denials എന്ന് പറഞ്ഞാൽ നിഷേധങ്ങൾ, denials ആണ് കേട്ടോ. denials നിഷേധങ്ങള്, നിഷേധങ്ങള്. Okay, and HMS can also maximize the revenue streams. റവന്യൂ, നമുക്ക് ഹോസ്പിറ്റലിലെ ആ റവന്യൂ നമുക്ക് പരമാവധിയാക്കാൻ, മാക്സിമം ആക്കാനായിട്ട് പറ്റുന്നു. എങ്ങനെയാ? ബൈ മേക്കിംഗ് ഷുവർ ടൈംലി ബില്ലിംഗ് അല്ലെ, കറക്റ്റ് ആയിട്ട്, കറക്റ്റ് സമയത്ത്, സമയബന്ധിതമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ബില്ലിങ് നിർമ്മിക്കുന്നത് വഴി, ബില്ലിംഗ് ഒക്കെ ഡീൽ ചെയ്യുന്നത് വഴി ഹോസ്പിറ്റലിന്റെ റവന്യൂ മാക്സിമം ആക്കാൻ സാധിക്കുന്നു, പരമാവധിയാക്കാൻ സാധിക്കുന്നു അല്ലെ. ദെൻ എങ്ങനെയാണെന്ന്? ബൈ മേക്കിംഗ് ഷുവർ ടൈംലി ബില്ലിംഗ്. ഉണ്ടോ? ബില്ലിംഗ് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ടൈമില് ബില്ലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് റവന്യൂ മാക്സിമം ആക്കാൻ സഹായിക്കുന്നു. ആൻഡ് റെഡ്യൂസിങ് ക്ലൈം ഡിനയൽസ് എന്ന് വെച്ചാൽ ക്ലൈം നിഷേധിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. എന്നുവെച്ചാൽ ക്ലൈംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാം സെറ്റിൽ ചെയ്യാൻ പറ്റും അല്ലെ, അധികം മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെ. ഓരോ ക്ലൈമിനും ഒക്കെ ഇത്ര എമൗണ്ട് ഉണ്ടായിരിക്കും അല്ലെ, ഇൻഷുറൻസ് എമൗണ്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ വേഗം തന്നെ കറക്റ്റ് ചെയ്ത് സെറ്റിൽ ചെയ്തിട്ട് ക്ലൈംസിൽ ഉണ്ടാകുന്ന ആ നിഷേധങ്ങള് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എല്ലാം കറക്റ്റ് ആക്കി വെക്കാം അല്ലെ. അപ്പൊ അവിടെ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒന്നും വരൂല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ, ക്ലൈം ഒക്കെ നമ്മൾ എന്താ അവോയ്ഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാനും സാധിക്കുന്നു. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. HMS ക്യാൻ ഓൾസോ മാക്സിമൈസ് റവന്യൂ സ്ട്രീംസ് ബൈ മേക്കിംഗ് ഷുവർ ടൈംലി, ഒക്കെ സംയോജിതമായിട്ട് കറക്റ്റ് സമയത്ത് ബില്ലിംഗ് ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് റവന്യൂ പരമാവധിയാക്കാൻ, വരുമാനം പരമാവധിയാക്കാൻ സാധിക്കുന്നു. പിന്നെ ക്ലൈംസ് നിഷേധിക്കല്, ക്ലൈംസിന്റെ നിഷേധം അത് നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നു. അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞേക്കുന്നേ? ഇപ്പൊ ഹോസ്പിറ്റലില് നമുക്ക് ഈ HMS ഇൻട്രൊഡ്യൂസ് ചെയ്തത് വഴി ഹോസ്പിറ്റലിലെ ചിലവുകള് നമുക്ക് സേവ് ചെയ്യാൻ, കുറയ്ക്കാൻ പറ്റുന്നു അല്ലെ. നമുക്കറിയാം, ആളുകൾ നിന്ന് വർക്ക് ചെയ്യുന്നത് വെച്ച് നമ്മൾ ഒരു സിസ്റ്റം ആണെങ്കിൽ അല്ലെ, കമ്പ്യൂട്ടർ ആണെങ്കിൽ പിശകുകൾ വരില്ല. അതനുസരിച്ച് നമുക്ക് കോസ്റ്റ് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നു. അടുത്ത് നോക്കിയേ, ആറാമത്തെ ഇന്റലിജന്റ് analytics with the automatically generated reports. അനലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡേറ്റകള് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥിതിവിവര കണക്കുകളൊക്കെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ വിശകലനം ചെയ്യുന്നതിനാണ് അനലിസ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അനലറ്റിക്സ് എന്ന് പറയുന്നത്, അനലറ്റിക്സ് ഡേറ്റാസോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്കുകളൊക്കെ, സ്ഥിതിവിവര കണക്കുകളുടെ ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ അനലൈസ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ ആണ് അനലൈസ് ചെയ്യുന്നത്. അതാണ് ഇന്റലിജന്റ് അനലറ്റിക്സ്
വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്. നമുക്ക് അറിയാം എന്താ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആക്കിയേക്കാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ, ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ മനുഷ്യരിൽ നിന്ന് ചെയ്യണ്ട, മനുഷ്യരിൽ നിന്ന് അത് ജസ്റ്റ് ഒന്ന് പ്രവർത്തിപ്പിക്കണം എന്നല്ലാതെ ബാക്കി വർക്കും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ കമ്പ്യൂട്ടർ ആണ്, ഓട്ടോമാറ്റിക്കലി ആണ് അവിടെ റിപ്പോർട്ട്സുകളൊക്കെ ഇതാക്കുന്നത് അല്ലെ. നമ്മൾ കൈകൊണ്ട് എഴുതി കൂട്ടൊന്നും വേണ്ട അല്ലെ. അപ്പൊ അതെന്താണ്, നമുക്കൊരു നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ലൊരു ഉൾക്കാഴ്ച കിട്ടാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ആൻഡ് HMS ക്യാൻ ഗീവ് വാല്യുബിൾ ഇൻസൈറ്റ്, ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളില്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസായിട്ടും അല്ലാതെയൊക്കെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള അതാണ് വിലപ്പെട്ട ഹോസ്പിറ്റലിലെ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകള്. ഏതുമായിട്ട് ബന്ധപ്പെട്ട റിഗാർഡിംഗ് ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബൈ ജനറലൈസിങ് റിയൽ ടൈം റിപ്പോർട്ട്സ് ഓൺ വേരിയസ് മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അളവുകള്. ഏതൊക്കെയാ? പേഷ്യന്റ് ഫ്ലോ, എത്ര പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് എത്ര പേഷ്യൻസ് ഉണ്ട്, ആ പേഷ്യൻസിന്റെ ഫ്ലോ. ഒക്യുപ്പൻസി റേറ്റ്, ഒക്യുപ്പൻസി എന്ന് വെച്ചാൽ എന്താ, നമ്മള് എത്ര പേര് ഇപ്പൊ റൂമിൽ എത്ര പേര് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റലിലെ റൂമുകളിൽ എത്ര പേരുണ്ട്, ഓരോ റൂം തിരിച്ചിട്ട് നമുക്ക് ഓരോ റൂമിലും എത്ര പേരുണ്ട്, അതാണ് ഒക്യുപ്പൻസി എന്ന് പറയുന്നത്. ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, ഒക്യുപ്പൻസി റേറ്റ്. ആൻഡ് ഇൻകം ജനറേഷൻ, ഇൻകം നമുക്ക് വരുമാനമൊക്കെ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകള് കറക്റ്റ് സമയത്ത് സമയബന്ധിതമായിട്ട് ചെയ്യുന്നത് വഴി ഹോസ്പിറ്റലിലെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങള് എങ്ങനെയാണ്, ഇൻസൈറ്റ്, വാല്യുബിൾ ഇൻസൈറ്റ്, ഉള്ളിലുള്ള കാര്യങ്ങള് നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്, ഹോസ്പിറ്റലിലെ റൂമിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഇൻകം എങ്ങനെയാണ് തുടങ്ങിയ ആ ഒരു അളവുകളെ കുറിച്ച്, മെട്രിക്സ് എന്ന് പറഞ്ഞ അളവുകള്, തുടങ്ങിയ അളവുകളെ കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ട് ഒരു തത്സമയം അല്ലെ, അപ്പൊ നമ്മൾ ഇതിന്റെ റിപ്പോർട്ടുകൾ എങ്ങനെ ഇതാക്കാണ്. ഇപ്പൊ ഒരാള് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ തന്നെ ആ ഒരു നമ്പർ അതിന് മൈനസ് ചെയ്ത് പ്രസന്റ് എത്രയുണ്ട് എന്നുള്ളത് അവിടെ അപ്പൊ തന്നെ കണക്ക് വരികയാണ് അറ്റ് ടൈം തന്നെ അല്ലെ. അതാണ് തത്സമയ റിപ്പോർട്ടുകള് സൃഷ്ടിക്കുന്നതിലൂടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വിലപ്പെട്ട ഒരു ഉൾക്കാഴ്ച നൽകാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് കഴിയും. This help you to make data-driven decision, improve process and optimize the resource. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഇതിപ്പോ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വിലപ്പെട്ട ഉൾക്കാഴ്ച നമുക്ക് HMS-ലൂടെ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് എന്തിനു സഹായിക്കുന്നു? This help you make data, അല്ലെ, എങ്ങനെയാണ് data-driven decision, ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കുന്നതിനും, ഇംപ്രൂവ് പ്രോസസ്, അവിടത്തെ പ്രോസസ് മെച്ചപ്പെടുത്തുന്നതിനും, ആൻഡ് ഓപ്റ്റിമൈസ് റിസോഴ്സ്, അവിടുത്തെ വിഭവങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക, പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ സഹായിക്കുന്നു. ഓക്കെ, കിട്ടിയില്ലേ? HMS നമുക്ക് ഹോസ്പിറ്റലിൽ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളില്ലേ അതിനെക്കുറിച്ച് ഒരു വിലപ്പെട്ട ഉൾക്കാഴ്ച തരുന്നു. അത് ഏതൊക്കെയാണ്? വേരിയസ് മെട്രിക്സ് എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? പല അളവുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് ഫ്ലോ, ഒക്യുപ്പൻസി റേറ്റ് ആൻഡ് ഇൻകം ജനറേഷൻ തുടങ്ങിയവ ഒരു തത്സമയ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ റിപ്പോർട്ട് വഴി, റിയൽ ടൈം റിപ്പോർട്ട് കണ്ടോ, ഓരോന്നിന്റെയും ആ കറക്റ്റ് സമയത്തുള്ള റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിലൂടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകാൻ കഴിയും. ഇത് എന്തിനു സഹായിക്കുന്നു? ദിസ് ഹെൽപ്പ് യു ടു ഡേറ്റാ ഡ്രൈവൺ ഡിസിഷൻ, ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കുന്നതിനും, പ്രോസസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും, റിസോഴ്സുകൾ പരമാവധി അത് പ്രയോഗത്തിൽ കൊണ്ടുവരും, ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇനി അടുത്തതാണ് 7th വൺ, ബെനിഫിറ്റ് ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രീകൃതമായ, അതായത് എല്ലാരും ഒറ്റ ഇതിലേക്ക് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് അല്ലെ.
ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും സിസ്റ്റം വഴി കണക്ട് ചെയ്തേക്കുവാണ്. അതാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സിസ്റ്റം വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കും അല്ലെ? അതാണ് ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം അല്ലെ, അതിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ, അതാണ് ഡേറ്റ ഡ്രൈവൺ ഡിസിഷൻ എന്ന് പറയുന്നത്. ഡേറ്റാധിഷ്ഠിത തീരുമാനം, അതായത് ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വിവരങ്ങളല്ലേ ഡേറ്റാസ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ. ക്ലിയർ ആയോ? ഡേറ്റ ഡ്രൈവൺ ഡിസിഷൻ, ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്. ഇത് നോക്കി അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താണ്? സെൻട്രലൈസ്. അപ്പൊ ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്തിരിക്കുന്നു? ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അതെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. നോക്കിയേ, ആൻഡ് HMS help to build a centralized platform for managing activities. അവിടുത്തെ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് allowing hospital to streamline their അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് അല്ലെ? എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അല്ലെ, ഒരു ഭരണപരമായ കാര്യങ്ങള് കാര്യക്ഷമമാക്കുന്നതിന് അല്ലെ, ഹോസ്പിറ്റൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങള് കാര്യക്ഷമമാക്കുന്നതിന്, സ്ട്രീംലൈൻ കാര്യക്ഷമമാക്കുക. allowing hospital to streamline their administrative process. ഹോസ്പിറ്റലിലെ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങള് കാര്യക്ഷമമാക്കുന്നത് അനുവദിക്കുന്നതിലൂടെ, അവിടുത്തെ പ്രവർത്തനങ്ങള് മാനേജ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ HMS നമുക്കൊരു ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാനായിട്ട്. എന്തിനു വേണ്ടി? ഫോർ ആക്ടിവിറ്റീസ്, അവിടുത്തെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യാൻ അല്ലെ, ആ ഹോസ്പിറ്റലിലെ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതൊരു HMS ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഇറ്റ് എൻഷുവേഴ്സ്, ഇത് എന്തിന് എൻഷുർ ചെയ്യുന്നു? എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക. ഇറ്റ് എൻഷുർ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരത. It ensures consistency. ഇതൊരു സ്ഥിരത ഉറപ്പുവരുത്തുന്നു. ബിയോണ്ട് ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റുകൾക്കും അപ്പുറം ആ ഹോസ്പിറ്റലുകളിലെ സ്റ്റാഫുകൾ തമ്മിലും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത ഉറപ്പുവരുത്തുന്നു. അതായത് എല്ലാം ഒറ്റ സിസ്റ്റത്തിലേക്ക് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തേക്കുക എല്ലാ പ്രവർത്തനങ്ങളും. അപ്പൊ നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ? ഭരണപരമായ കാര്യങ്ങൾ ഒറ്റ ക്ലിക്കിലൂടെ തന്നെ ഇപ്പൊ എല്ലാവരുടെ സെക്ഷനിലേക്കും അറിയിക്കേണ്ടതൊക്കെ ആണെങ്കിലും നമുക്ക് ഒറ്റ ഇതിനകത്തും കൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസും അല്ലെ എല്ലാത്തിലേക്കും ഒക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ബിയോണ്ട് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റുകൾക്കും അപ്പുറം ഒരു സ്ഥിരത ഉറപ്പുവരുത്തുന്നു. ദിസ് ക്യാൻ എൻഹാൻസ്, ഇത് എന്തിന് സഹായിക്കുന്നു? എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. This can enhance efficiency. കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ. This can enhance efficiency. ഇത് എന്തിനു സഹായിക്കുന്നു? കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ, മിനിമൈസ് ഇററുകൾ മിനിമൈസ് ചെയ്യാൻ, കുറയ്ക്കാൻ, ആൻഡ് ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ, മൊത്തത്തിലുള്ള പേഷ്യന്റ് കെയർ, രോഗി പരിചരണം മെച്ചപ്പെടുത്താനൊക്കെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അത് സഹായിക്കുന്നു. അല്ലെങ്കിൽ HMS നമുക്ക് ഒരു ബെനിഫിറ്റ് ആണത്. ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണപരമായിട്ടുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് HMS ഇതിനു കൂടി സഹായിക്കുന്നു. കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ, ഇററുകൾ കുറയ്ക്കാൻ പറ്റൂലേ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ആണ്, ഇററുകൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ പേഷ്യൻസ് കെയർ, നമുക്ക് മൊത്തത്തിലുള്ള ഒരു രോഗി പരിചരണം ബെറ്റർ ആക്കുന്നതിനും സഹായിക്കുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. It enhances efficiency, minimize errors, and better overall patient care. അടുത്ത നോക്കിയേ,
ഫസ്റ്റ് ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടു കേട്ടോ. അവിടെ ഡാഷ് ഹെൽപ് ടു ബിൽഡ് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. HMS എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തിടാം. ഇനി റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ്, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് കുറെ ഒരു അടുത്തൊരു ബെനിഫിറ്റ് ആണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറർ. പറഞ്ഞില്ലേ, മെഡിക്കൽ പിശകുകൾ കുറയ്ക്കാൻ പറ്റൂലേ അല്ലേ? ആൻഡ് HMS can help reduce medical errors by providing doctors and nurses with the updated patient information. അല്ലേ, ഡോക്ടറിനും നേഴ്സിനും ഒക്കെ പേഷ്യൻസിന്റെ അപ്പുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇററുകള് കുറയ്ക്കാൻ സാധിക്കുന്നു, മെഡിക്കൽ ഇറേഴ്സ് കുറയ്ക്കാൻ സാധിക്കുന്നു അല്ലെ? ഇപ്പൊ എന്താണ് ഇപ്പത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, അവർക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല അല്ലെ? ഇനിയിപ്പോ പണ്ടത്തെ എന്തെങ്കിലും നോക്കിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോ എന്താ പഴയ റെക്കോർഡൊക്കെ തപ്പി എന്തെങ്കിലുമൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യോ അങ്ങനെയൊക്കെ ആണെങ്കിൽ വല്ല പിശകുകൾ വരാം. ഇപ്പൊ എന്താ അത് ഇന്നത്തെ അല്ലെങ്കിൽ നമ്മൾ ഓരോ ടൈമിലും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എന്താ പേഷ്യൻസിന്റെ വിവരങ്ങൾ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? പേഷ്യൻസിന്റെ വിവരങ്ങൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുവഴി നമുക്ക് ഡോക്ടറിനും നഴ്സിനും ഒക്കെ എന്താണ് മെഡിക്കൽ പിശകുകൾ വരുന്നത്, മെഡിക്കൽ ഇറേഴ്സ് വരുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. HMS can help reduce medical errors by providing doctors and nurses with the updated patient information. പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഡോക്ടറിനും നേഴ്സിനും എന്താ മെഡിക്കൽ പിശകുകൾ കുറയ്ക്കാനായിട്ട് ഈ HMS സഹായിക്കുന്നു. Then it reduces the risk of misdiagnosis. അല്ലെ, തെറ്റായിട്ടുള്ള ഒരു രോഗനിർണയം, അതിന്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ? To reduce the risk of misdiagnosis, അതായത് ഡയഗ്നോസിസിന്റെ തെറ്റായിട്ടുള്ള ഡയഗ്നോസിസിന്റെ അപകടം കുറയ്ക്കാൻ സാധിക്കുന്നു. ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ്, കറക്റ്റ് അല്ലാത്ത അല്ലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആ റിസ്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ഓർ അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻ അല്ലെ, ഈ നമുക്ക് ഈ മരുന്നുകൾക്ക് ചിലപ്പോ എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവാം അല്ലെ, പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളതും മരുന്നുകളോടുള്ള ആ പ്രതികൂലമായ ഇടപെടലുകള് നമുക്ക് അതിന്റെ സാധ്യതയും കുറയ്ക്കാൻ സാധിക്കുന്നു. ഓക്കെ, അത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടേ. HMS can help reduce medical errors by providing dash എന്നോ അല്ലെങ്കിൽ റെഡ്യൂസ് ഡാഷ് ബൈ പ്രൊവൈഡിങ് മെഡിക്കൽ ഇറർ എന്നോ അല്ലെങ്കിൽ ഡാഷ് ഹെൽപ്പ് എന്നോ അങ്ങനെ മൂന്ന് ഇതിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതായിട്ട് ചോദിക്കാം കേട്ടോ. 3 രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ആ സെന്റൻസ് നോട്ട് ചെയ്തിടാം. ഇനി അടുത്തത് നോക്കിയേ, ക്ലിയർ അല്ലേ? അത് റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ് ഒരു ബെനിഫിറ്റ് ലാസ്റ്റത്തെ ആണ് കേട്ടോ. HMSന്റെ ലാസ്റ്റ് മിസ്ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ തെറ്റായ രോഗനിർണയം. ഇപ്പൊ ഡയഗ്നോസ് ചെയ്യുന്നില്ലേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റൂലേ, നേരെ കമ്പ്യൂട്ടർ വഴിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ഡയഗ്നോസിസ് ചെയ്യുന്നതില് രോഗനിർണയം നടത്തുന്നതിലെ തെറ്റുകള് നമുക്ക് അതിന്റെ അപകട സാധ്യത കുറയ്ക്കാൻ പറ്റും. ട്രീറ്റ്മെന്റിലെ പിശകുകൾ വരുന്നതിന്റെ അപകട സാധ്യത കുറയ്ക്കാൻ പറ്റും. ഡ്രഗ്സ് മരുന്നിനോടുള്ള ആ പ്രതികൂല പ്രവർത്തനങ്ങള് അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ 9th one. Reduced readmission and rehospitalization rates. ഇനി അടുത്തൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ. HMSന്റെ നെക്സ്റ്റ് ആണ്, ലാസ്റ്റത്തെ 9th ബെനിഫിറ്റ് ആണ് റെഡ്യൂസ് റീഅഡ്മിഷൻ. റീഅഡ്മിഷൻ എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ അഡ്മിഷൻ ആവില്ലേ, അഡ്മിറ്റ് ആവുന്ന റീഅഡ്മിഷൻ. റീഹോസ്പിറ്റലൈസേഷൻ വീണ്ടും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ റീഹോസ്പിറ്റലൈസേഷൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. നമ്മൾ ഡിസ്ചാർജ് ചെയ്തൊക്കെ പോയി വീണ്ടും റീഹോസ്പിറ്റലൈസേഷൻ, അതിന്റെയൊക്കെ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഏതിലൂടെ? HMSലൂടെ. ആൻഡ് HMS can also decrease the readmission and rehospitalization rate by എങ്ങനെയാണ്? ensuring ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ടൈംലി ഫോളോ അപ്സ്, ഫോളോ അപ്പുകൾ സംയോജിതമായിട്ടുള്ള ഫോളോ അപ്പുകൾ. നമുക്കിപ്പോ എന്താ പറയാ, നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോളോ അപ്പ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയണ്ടാവും അല്ലെ?
ഇപ്പൊ നിങ്ങളോട് പറയും ഇനിയിപ്പോ കുഴപ്പമില്ല, നിങ്ങൾ അത് വീട്ടിൽ തന്നെ ചെയ്താൽ മതി. ഇപ്പൊ ചില ഇതൊക്കെ ഫിസിയോതെറാപ്പി ഒക്കെ പറയും അല്ലെ, എന്തെങ്കിലും ഇങ്ങനെയുള്ള കേസുകളിൽ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടും, നിങ്ങൾ അടുത്ത് എന്റെ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ നിങ്ങൾ അത് ചെയ്യുക, 1 മാസത്തേക്ക് ഫിസിയോതെറാപ്പി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു വിടും അല്ലെ. ഇനിയിപ്പോ അങ്ങനെയുള്ള ഇതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ആവേണ്ട വരൂലേ, വീണ്ടും റീ അഡ്മിഷൻ എടുക്കണം, റീ ഹോസ്പിറ്റലൈസേഷൻ വരേണ്ട വരൂലേ, അങ്ങനെയൊക്കെ പറയാതെ. അപ്പൊ സംയോജിതമായിട്ടുള്ള ആ ഫോളോ അപ്പ് നൽകുന്നതിലൂടെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ വീണ്ടും അല്ലെങ്കിൽ റീ അഡ്മിഷൻ എടുക്കുന്നതും റീ ഹോസ്പിറ്റലൈസേഷനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആയോ അത്? നമ്മൾ ഫോളോ അപ്സുകൾ കൊടുക്കൂലേ, അപ്പൊ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരണ്ടല്ലോ. ഇപ്പൊ അവരുടെ അടുത്ത് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. ഇപ്പൊ ഫിസിയോതെറാപ്പി ഒക്കെ ആണെങ്കിൽ അതെ, അപ്പൊ അങ്ങനെയുള്ളത് ഇല്ലെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിൽ 5 ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാണ്, അപ്പൊ വീണ്ടും അവർ റീ അഡ്മിഷൻ എടുക്കണം, ഹോസ്പിറ്റലിൽ വീണ്ടും വരേണ്ടി വരും, അങ്ങനെയുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ. ഇപ്പൊ നമുക്ക് ഫോളോ അപ്സുകൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി, കുഴപ്പമില്ല, ഇനിയിപ്പോ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ഫോളോ അപ്സുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റും, റീ അഡ്മിഷൻ റീ ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കാൻ പറ്റും. Okay, this increases patient outcomes and minimize complication risk. ഇത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് പേഷ്യൻസ് ഔട്ട്കം, പേഷ്യന്റിന്റെ ഔട്ട്കം ഇൻക്രീസ് ചെയ്യാൻ കാരണമാവില്ലേ? പേഷ്യൻസ് അതിന് സാറ്റിസ്ഫൈഡ് അല്ലേ? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ലേ അതില്? ഇനി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ ഔട്ട്കം അവർക്കുടെ ഔട്ട്കം കൂട്ടാനും ആൻഡ് മിനിമൈസ് ദ കോംപ്ലിക്കേഷൻ റിസ്ക്, അപകട സാധ്യത കുറയ്ക്കാനും കാരണമാകുന്നു. ആൻഡ് മിനിമൈസസ് ദ കോംപ്ലിക്കേഷൻ റിസ്ക്, അതിന്റെ അപകട സാധ്യത കുറയ്ക്കാൻ. ഇപ്പൊ നമ്മൾ ഫോളോ അപ്പ് ഒന്നും വിടുന്നില്ല അല്ലെ, ഇനിയും എന്തെങ്കിലും സംഭവിക്കാം, മിക്കൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് അവർ എന്തായാലും ഒരു ഫോളോ അപ്പ് പറഞ്ഞു വിടും അല്ലെ. ഇത്രയും ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോന്നാലും അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യൻസിന്റെ ഔട്ട്കം ഇൻക്രീസ് ചെയ്യാനും ആ കോംപ്ലിക്കേഷൻ സാധ്യത കുറയ്ക്കാനും സാധിക്കുന്നു. ആൻഡ് മിനിമൈസസ് കോംപ്ലിക്കേഷൻ റിസ്ക്, കോംപ്ലിക്കേഷന്റെ സാധ്യത കുറയ്ക്കാനും സാധിക്കുന്നു. കറക്റ്റ് ആണോ? 9 ബെനിഫിറ്റ് കിട്ടിയോടെ? ഓക്കെ, കീർത്തന മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബെനിഫിറ്റ്സുകള് ഓക്കെ അല്ലേ? വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ച് വെക്കാം. ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാം. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഇതുപോലെ ഡാഷ് കുഞ്ഞു ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, HIS. എന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകള്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സവിശേഷതകള്? ഓക്കെ, പേഷ്യന്റ് പോർട്ടൽ ഫസ്റ്റത്തെയാണ്. പേഷ്യന്റ് പോർട്ടൽ കേട്ടിട്ടുണ്ടോ? എന്താണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്? പേഷ്യന്റ് പോർട്ടൽ പേഷ്യൻസിന്റെ ആരോഗ്യരേഖകള് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള അതല്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS. നമ്മൾ പല പേരുകൾ പഠിച്ചില്ല ആദ്യം. ഫസ്റ്റ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ പഠിച്ചില്ലേ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, പല പേരുകൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ അതിന്റെ HIS ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് കേട്ടോ. നോക്കിയേ, അപ്പൊ നമ്മൾ ഏതാ പേഷ്യന്റ് പോർട്ടലാ പറഞ്ഞേ. പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ സംവിധാനമാണ്, ഓൺലൈൻ സിസ്റ്റമാണ് പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് എന്താ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞ അവിടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അത് പേഷ്യന്റ് പോർട്ടൽ നിനക്ക് മനസ്സിലാവാൻ വേണ്ടിയാ കേട്ടോ. പേഷ്യൻസിന്റെ ആരോഗ്യരേഖകള് സൂക്ഷ്മമായി കൈകാര്യം
കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഓൺലൈൻ, ഒരു സുരക്ഷിതമായിട്ടുള്ള ഓൺലൈൻ സിസ്റ്റം. അതുകൂടി എഴുതിക്കോട്ടെ, സേഫ്റ്റി എന്നുള്ളത്. ഒരു സുരക്ഷിതമായ ഓൺലൈൻ സിസ്റ്റമാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫീച്ചറാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു ഫീച്ചറാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ പേഷ്യന്റ് പോർട്ടൽ ഈസ് ആൻ അൺഅവോയ്ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കാൻ കഴിയാത്ത, അൺഅവോയ്ഡബിൾ ഒഴിവാക്കാൻ കഴിയാത്ത ഫീച്ചറാണ്, സവിശേഷതയാണ് ഇത് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫീച്ചറാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഒരു ഫീച്ചറാട്ടോ പേഷ്യന്റ് പോർട്ടൽ. ഇറ്റ് ഈസ് എ പ്രോഗ്രാം, ഇതൊരു പ്രോഗ്രാം ആണ്. ഏതുപോലെ? ലൈക്ക് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR പറഞ്ഞില്ലേ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലെ തന്നെയുള്ള ഒരു പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്, ഒരു ഓൺലൈൻ സംവിധാനമാണ്. ബട്ട് എന്നാൽ എന്താ, what make it different is these patients can have secure online entry to their medical records. ഇതെന്താണ്? അപ്പോൾ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്നും പേഷ്യന്റ് പോർട്ടലിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതിന്റെ ആ ഡിഫറൻസ് എന്താണ്? എന്താ പറഞ്ഞേക്കുന്നത്? that these patients have a secure online entry, secure ആയിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ഓൺലൈൻ പ്രവേശനം നടത്താം അവർക്കുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക്. അറേഞ്ചിങ് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്സ്, ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്യുന്നതിലേക്ക്. പാസിംഗ് ഇൻഫർമേഷൻ വിത്ത് ഡോക്ടർ, ഡോക്ടറുമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതില്. ചെക്കിംഗ് മെഡിക്കൽ ബിൽസ്, അവരുടെ മെഡിക്കൽ ബില്ലുകൾ ചെക്ക് ചെയ്യുന്നതില്. ആൻഡ് പ്രോസസിംഗ് പേയ്മെന്റ് ഓൺലൈൻ, പേയ്മെന്റ് ഓൺലൈൻ ഒക്കെ ആയിട്ട് അടയ്ക്കുന്നതിലും ഒക്കെ എന്താ അവിടെ പറയുന്നത്? ഒരു സെക്യൂർ അല്ലെ, ഒരു സെക്യൂരിറ്റി ഉണ്ട്. അതായത് വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പാസ്വേഡ് ഒക്കെ കൊടുക്കൂലേ? നിങ്ങൾ പാസ്വേഡ് കൊടുക്കാറില്ലേ? അല്ലെ, നമ്മൾ അത് എന്താ സെക്യൂർ ആക്കി വെക്കാൻ, വേറെ ആരും തുറന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫോണിൽ നമ്മൾ പാസ്വേഡ് വെക്കുന്നുണ്ട് അല്ലെ? ഫോൺ ഇപ്പൊ പിള്ളേരാണെങ്കിലും ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സമ്മതം ഇല്ലാതെ ഫോൺ എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പാസ്വേഡ് വെക്കും. എന്തിനാ? സെക്യൂരിറ്റിക്ക് വേണ്ടിയാ അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫോൺ വേറെ ആരെങ്കിലും ഒക്കെ നമുക്ക് ആ പാസ്വേഡ് അല്ലെങ്കിൽ ലോക്ക് ഓപ്പൺ ചെയ്താൽ അത് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു പാസ്വേഡ് ഒക്കെ നമ്മൾ എൻട്രി ചെയ്യും, വെക്കും. അതുപോലെ നമുക്ക് ഇവിടെ എന്താ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? they have a secure online entry, സെക്യൂർ ആണ്. അതായത് നമുക്ക് അവിടെ പാസ്വേഡ് ഒക്കെ പോലെ കൊടുത്ത് കയറാം. അപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ നമുക്ക് മാത്രം അല്ലെങ്കിൽ പ്രവേശനം പറ്റുള്ളൂ. നമ്മളവിടെ ഓൾറെഡി ഒരു പാസ്വേഡ് കൊടുത്തേക്കല്ലേ. പിന്നെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ അതിനൊരു സെക്യൂരിറ്റി ഉണ്ട്, ഓൺലൈൻ സെക്യൂരിറ്റി ഉണ്ട്. ഡോക്ടറുമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അപ്പൊ അത് വേറെ ആൾക്കൊന്നും ഷെയർ ചെയ്യില്ല അല്ലെ? അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്തായിട്ടൊന്നും വേറെ ആർക്കും കയറാൻ പറ്റില്ല അല്ലെ? ഡോക്ടറോട് ഇൻഫർമേഷൻ പാസ് ചെയ്യാന്, ചെക്കിങ് മെഡിക്കൽ ബിൽസ്, മെഡിക്കൽ ബില്ലുകൾ ചെക്ക് ചെയ്യാൻ, പ്രോസസിങ് പേയ്മെന്റ് ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് അടയ്ക്കാനൊക്കെ ഒരു സെക്യൂർ ഓൺലൈൻ എൻട്രി ആണെന്ന് പറയുന്നത്. അതാണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്ന് പേഷ്യന്റ് പോർട്ടലിനെ വ്യത്യസ്തമാക്കുന്നത്. ഇനി അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഹാവ് എ സെക്യൂർ ഓൺലൈൻ എൻട്രി ടു ദെയർ മെഡിക്കൽ റെക്കോർഡ്സ്. ഇതിലേക്കാന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, ഇനി നോക്കിയേ, അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഓൾ ദ റിക്വയറീസ്, ഇനിയിപ്പോ ഇതെല്ലാം നമുക്ക് എങ്ങനെയാ സാധ്യമാകുന്നത്? എങ്ങനെയാണ്? ഈസ് എ സ്മാർട്ട് എക്യുപ്മെന്റ് ടു അവൈൽ themselves of the maximum benefits of these features. ഇനി എല്ലാ കാര്യങ്ങളും, അപ്പൊ ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആവശ്യം, അതിന് എന്താ ആവശ്യമാണ്? നമുക്ക് ആ ഫീച്ചറിന്റെ മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടാൻ എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? സ്മാർട്ട് എക്യുപ്മെന്റ് അല്ലെ? എക്യുപ്മെന്റ്സ് വേണം. നമുക്ക് ഫോൺ ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ?
ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് എന്താ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്മാർട്ട് എക്യുപ്മെന്റ് വേണം. എങ്കിലാണ് നമുക്ക് അതിനകത്ത് പാസ്വേഡ് എടുത്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് അതിനകത്തിട്ട് പ്രവേശിക്കാം. വെബ്സൈറ്റുകൾ ഉണ്ട് അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ ആണെങ്കിലും ആ സൈറ്റിലേക്ക് നമുക്ക് നേരെ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരു ഓൺലൈൻ എൻട്രി, സെക്യൂർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ എൻട്രി നമുക്കത് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇനി അവിടെ നോക്കിയേ, instead of following these old process of arranging a doctor appointment, they may just log into their accounts in the patient portal. Instead of, പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ഏജ് ഓൾഡ് പ്രോസസ്, നമുക്ക് പണ്ട് കാലത്ത് അല്ലെങ്കിൽ പണ്ട് നമ്മുടെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലണം അല്ലെ, എന്നിട്ട് അവിടെ ക്യൂ നിൽക്കണം. ക്യൂ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് അല്ലെ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ നമ്മള് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടൈം ആവുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ആവുന്നത് വരെ നമ്മൾ രാവിലെ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യുക ചെയ്യുന്നേ. നമ്മളും അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പോഴല്ലേ ഇത്രയും ഓൺലൈൻ ഫെസിലിറ്റികളൊക്കെ വന്നേ. നമ്മുടെ പണ്ട് ചെറുപ്പത്തിലും ഒക്കെ അങ്ങനെയല്ലായിരുന്നോ? ഇപ്പൊ നമുക്കാണെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ അമ്മ നമ്മളെ കൊണ്ട് പോയിട്ട് രാവിലെ തന്നെ അവിടെ പോയി ചീട്ടെടുത്ത് അവിടെ വെയിറ്റ് ചെയ്യും അല്ലെ. പിന്നെ ഡോക്ടർ വന്ന് അത് ആ നമ്പർ അനുസരിച്ച് നമ്മളെ വിളിക്കുമ്പോഴാണ് നമ്മൾ കയറി കാണുന്നത്. അപ്പൊ പണ്ടത്തെ ആ ഓൾഡ് ഏജ് പ്രോസസ്സ് അല്ലെ, അപ്പോയിന്റ്മെന്റിന് വേണ്ടിയുള്ള പഴയകാല ആ ഒരു സംവിധാനം, അതിന് പകരം ഇപ്പൊ എന്താണ്, they may just log into their account in the patient portal. നമുക്ക് ആ പേഷ്യന്റ് പോർട്ടൽ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. അതായത് നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. അതിന് നോക്കിയേ, have an understanding of availability of the doctors and make an appointment according to their convenience. Convenience എന്ന് വെച്ചാൽ സൗകര്യപ്രദമായിട്ട്. ആൻഡ് ഡോക്ടേഴ്സ് അവൈലബിലിറ്റി, നമുക്കിപ്പോ അപ്പോയിന്റ്മെന്റ് ഓൺലൈൻ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് അല്ലെ, ഏതൊക്കെ ഡോക്ടർ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതിന് നമുക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള സമയം. ഇപ്പൊ രാവിലെ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഉച്ച കഴിഞ്ഞാൽ ഡോക്ടറിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിനകത്ത് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും ഉച്ച കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ, ഏത് ഡോക്ടറാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടറിനെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റും പേഷ്യന്റ് പോർട്ടലിലൂടെ. ശരിയല്ലേ? മറ്റേത് നമുക്ക് എന്താ പറയാ, നമ്മുടെ സൗകര്യത്തിനല്ല. ഇപ്പൊ നമ്മുടെ സൗകര്യത്തിനാണ്, നമ്മുടെ കൺവീനിയൻസ്. ചിലർ അങ്ങനെ ബുക്ക് ചെയ്യാറില്ലേ, രാവിലെ നമ്മൾ ഷിഫ്റ്റ് ആണ്, രാവിലെ ടൈം ഷെഡ്യൂൾ ചെയ്യാം. അതായത് രാവിലെ ജോലിക്ക് പോണവരാ, 2 മണി വരെ ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് നേരെ ഓൺലൈനിൽ നോക്കിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പൊ അവിടെ ഡോക്ടറിന്റെ അവൈലബിലിറ്റി നോക്കാം അല്ലെ. ആ ടൈമിൽ ഇപ്പം 4 മണിക്ക് ഏതെങ്കിലും ഡോക്ടർ അവിടെ അവൈലബിൾ ആണോ, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഡോക്ടറാണ് ഇരിക്കുന്നതെന്നൊക്കെ നോക്കി നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് തന്നെ ആ ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. Okay. After arranging these appointments, they can verify the bill and make a payment. നമുക്ക് എന്നിട്ട് അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്താ, നമ്മുടെ ബില്ല് വെരിഫൈ ചെയ്യാം. They can verify the bill and make the payment. വെരിഫൈ ചെയ്ത് നമുക്ക് എത്ര രൂപയാണ് പേയ്മെന്റ്, ആ പേയ്മെന്റ് നമുക്ക് സെറ്റ് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം. ഓർ സെറ്റ് ദ ഡീറ്റെയിൽസ് ഫോർ ഫ്യൂച്ചർ പേയ്മെന്റ്. അല്ലെങ്കിലോ നമുക്ക് ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള പേയ്മെന്റ് അതിന്റെ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് ഭാവിയിലേക്ക് നമുക്കിനി വേണമെങ്കിൽ അല്ലെ അത് പേയ്മെന്റ് കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൂടി നമുക്കത് സെറ്റ് ചെയ്യാൻ പരിശോധിക്കാം. ഭാവിയിൽ പേയ്മെന്റിനായിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽസ് അതിൽ നിന്ന് നോക്കാം. ഇനി പിന്നെ എപ്പോഴാണോ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ്. സെറ്റ് ദ ഡീറ്റെയിൽസ് ഫോർ ഫ്യൂച്ചർ പേയ്മെന്റ്. ഫ്യൂച്ചർ പേയ്മെന്റിനായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം അല്ലെ, വിശദാംശങ്ങൾ നമുക്ക് സജ്ജമാക്കാം. The popularity of the patient portal is growing day by day since it enhances accessibility for the patient and to keep transparency between the patient and their treatment process. You know, the popularity,
പോർട്ടലിന്റെ ആ ഒരു ജനപ്രീതി നമുക്ക് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ ദിവസം ചെല്ലുന്തോറും എന്താണ് ഇങ്ങനെ നമ്മള് പോർട്ടൽ വഴി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കല്ലേ. അല്ലെ, പോപ്പുലാരിറ്റി എന്താണ്? പേഷ്യന്റ് പോർട്ടലിന്റെ പോപ്പുലാരിറ്റി നമ്മൾ ഡേ ടു ഡേ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, ജനപ്രീതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സിൻസ് അതുകൊണ്ട് ഇറ്റ് എൻഹാൻസ് മെച്ചപ്പെടുത്തുന്നു എന്ത്? അക്സസിബിലിറ്റി ഫോർ പേഷ്യന്റ്, പേഷ്യന്റിന്റെ അക്സസിബിലിറ്റി ലഭ്യത സ്വീകാര്യത മെച്ചപ്പെടുത്തുന്നു. ആൻഡ് കീപ്സ് ദ ട്രാൻസ്പെറൻസി, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ സുതാര്യത, സുതാര്യത, ട്രാൻസ്പെറൻസി, സുതാര്യത എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുത്തുന്നു. കണ്ടോ? ബിറ്റ്വീൻ ട്രാൻസ്പെറൻസി ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദർ ട്രീറ്റ്മെന്റ് പ്രോസസ്. പേഷ്യൻസും ട്രീറ്റ്മെന്റ് പ്രോസസ്സും അതിന്റെ ഇടയിലുള്ള ആ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത മെച്ചപ്പെടുത്തുന്നു. Therefore, the hospital select this to improve their patient satisfaction level and to build themselves as a dependable one. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിന് നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുടെ ലെവല് മെച്ചപ്പെടുത്താൻ പറ്റൂലേ? അല്ലേ? മെച്ചപ്പെടുത്താൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലുകളെ നമുക്ക് ആ ഒരു പരിമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ടോ ഇത് പറഞ്ഞേക്കന്നെ. Therefore, the hospital select to improve their patient satisfaction level and to build themselves a dependable one. അതായത് ഹോസ്പിറ്റലിലുള്ള പരിമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പേഷ്യന്റ് പോർട്ടലിലൂടെ ചെയ്യാൻ കഴിയും. നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ വരുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. നമ്മുടെ ജോലി കളയണ്ട, നമുക്ക് ഒരുപാട് ടൈം വേണ്ട, എല്ലാ കാര്യങ്ങളും നമുക്ക് നേരെ ഓൺലൈനായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പേഷ്യൻസിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്താനും കഴിയുന്നു. അടുത്ത് നോക്കിയേ, മെഡിക്കൽ ബില്ലിംഗ്. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ്. അടുത്തൊരു ഫീച്ചർ ആട്ടോ മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത്. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് കൺട്രോൾ ഓൾ ദ ബില്ലിംഗ് വർക്ക് ഇൻ ലെസ് എമൗണ്ട് ഓഫ് ടൈം ദാൻ യൂഷ്വൽ. സാധാരണയെ പോലെ അല്ല നമ്മുടെ ദാൻ യൂഷ്വൽ. അതായത് നമ്മൾ സാധാരണ നമ്മൾ ബില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറെ സമയം നിൽക്കാറുണ്ട്, വെയിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഡിസ്ചാർജ് പറഞ്ഞു, രാവിലെ ഡിസ്ചാർജ് പറഞ്ഞാൽ വൈകുന്നേരം ആവണം ചിലപ്പോ പോരാൻ. ബില്ലിങ്ങിന് വേണ്ടി കുറെ ടൈം എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ പക്ഷെ ഈ ഓൺലൈൻ മെഡിക്കൽ ബില്ലിങ് എന്ത് ചെയ്യുന്നു? ബില്ലിംഗ് വർക്കുകള് ഏതാണ് മോളെ കീർത്തന? the popularity of the patient portal അല്ലേ. അതായത് പേഷ്യന്റിന്റെ പേഷ്യന്റ് പോർട്ടലിന്റെ അത് ഉപയോഗിക്കുന്നത് നമ്മൾ അതിന്റെ ഒരു ജനപ്രീതി ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? ഇറ്റ് എൻഹാൻസ് മെച്ചപ്പെടുത്തുന്നു അക്സസിബിലിറ്റി ഫോർ ദ പേഷ്യൻസ്. പേഷ്യൻസിന്റെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇത് മെച്ചപ്പെടുത്തുന്നു. അതാണ് എൻഹാൻസ് ചെയ്യാൻ, മെച്ചപ്പെടുത്താം. ആ പേഷ്യൻസിന് ആ ഓൺലൈനിലേക്ക് പ്രവേശിക്കാനുള്ളത് അല്ലെ. അപ്പൊ ദിനംപ്രതി ആളുകൾ പേഷ്യന്റ് പോർട്ടൽ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പൊ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു? അതിലേക്ക് പ്രവേശിക്കാനുള്ള ആക്സസിബിലിറ്റി മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പേഷ്യൻസും അവർക്ക് ട്രീറ്റ്മെന്റ് പ്രോസസ്സും തമ്മിൽ ആ ഒരു സുതാര്യത നിലനിർത്താനും സാധിക്കുന്നു. കീപ്പ് ട്രാൻസ്പെറൻസി. അവിടെ മറവുകളൊന്നുമില്ല, എല്ലാം ട്രാൻസ്പെറന്റ് ആണ് അല്ലെ. അവിടെ വേറെ ഒളിയും മറിയൊന്നും ഇല്ല. നമ്മളത് ക്ലിയർ ആണ്. ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്ത് തന്നെയാണ് അല്ലെ. അവിടെ വേറെ ഇപ്പൊ ഇന്ന ആളോട് വിളിച്ചു പറഞ്ഞു, പിന്നെ അവരോട് ചോദിച്ചു, അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് കണക്ട് ചെയ്തു, അങ്ങനെയൊന്നും വേണ്ട. അതാണ് ആ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്, സുതാര്യത. പേഷ്യൻസും അവരുടെ ട്രീറ്റ്മെന്റ് പ്രോസസ്സും തമ്മിലുള്ള സുതാര്യത കീപ്പ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, ഇനി നോക്കിയേ, മെഡിക്കൽ ബില്ലിംഗ് അല്ലെ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ സാധാരണ നമ്മൾ ബില്ലിങ്ങിന് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ഓൾ ദ ബില്ലിംഗ് വർക്ക് ഇൻ ലെസ് എമൗണ്ട് ഓഫ് ടൈം. ശരിയല്ലേ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബില്ലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അല്ലേ? അപ്പോയിന്റ്മെന്റ് വേഗം എടുത്ത് ബില്ലിങ്ങും കാര്യങ്ങളും വേഗം സെറ്റ് ചെയ്യാം.
Gone are the days when hospitals spent a major amount of time controlling all the appointments and billing. ആ ഒരു കാലം കഴിഞ്ഞു. എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ നോക്കിയാ gone are the days when the hospital ആ major amount ഒരു വലിയൊരു തുക amount of time ഒരു വലിയൊരു ടൈം നമ്മൾ ഒരു കുറെ സമയം ബില്ലിങ്ങിനും നമുക്ക് അതുപോലെ അപ്പോയിന്റ്മെന്റ്സിനും വേണ്ടി ചെലവാക്കുന്ന കാലം കഴിഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഇല്ല ഇപ്പൊ. അല്ലെങ്കിൽ ബില്ലിങ്ങിന് വേണ്ടി കുറെ സമയം പാഴാക്കണം ഹോസ്പിറ്റല്, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കുറെ സമയം പാഴാക്കേണ്ടി വരും. അപ്പൊ എന്താണ് എല്ലാ അപ്പോയിന്റ്മെന്റ്സും കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ബില്ലിങ്ങിനും ഒക്കെ വേണ്ടി കുറെ സമയം ചെലവഴിക്കുന്ന ആ ഒരു കാലം കഴിഞ്ഞു പോയി. ഇപ്പൊ എല്ലാം ഓൺലൈനിലേക്ക് വന്നേക്കാണ്. നോ ഇപ്പോൾ the medical billing features, patients billing, insurance details, patient tracking and payment process. പേഷ്യന്റിന്റെ പേയ്മെന്റിനായിട്ട് എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനായിട്ട് ട്രാക്കിംഗ് ആൻഡ് പേയ്മെന്റ് പ്രോസസ്, പേയ്മെന്റ് പ്രക്രിയകള് പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യൻസിന്റെ ബില്ലിങ്, മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ്, ഇതെല്ലാം ഇപ്പോഴെങ്ങനെയാണ് ഓൺലൈൻ ആണ് അല്ലെ. അപ്പൊ ആ ഒരു എന്താണ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് വേഗം തന്നെ, അതായത് നമുക്കൊരു കാര്യക്ഷമമായി തന്നെ ചെയ്യാൻ കഴിയും. എവറിഥിങ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് capability. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യക്ഷമമായി നമുക്ക് ചെയ്യാൻ കഴിയും. വളരെ ഫാസ്റ്റ് ആയിട്ടും വേഗത്തിലും നമുക്ക് എററുകളൊന്നും ഇല്ലാത്ത രീതിയിലും കാര്യക്ഷമമായി ചെയ്യാൻ കഴിയും. യു ക്യാൻ ഈവൻ അക്സെപ്റ്റ് എ നോട്ടിഫിക്കേഷൻ അലേർട്ട്. പിന്നെ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. എന്താണ് ആ നോട്ടിഫിക്കേഷൻ അലേർട്ട്? there is any delay, ഇനി എന്തെങ്കിലും ഡിലേ വരികയാണ്, or other issues in പേയ്മെന്റ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് പ്രശ്നങ്ങൾ വരുവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അലേർട്ട് ആക്കും. നമ്മൾ ആ ഫോണിലാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാറില്ലേ? അലേർട്ട് നോട്ടിഫിക്കേഷൻ. എന്തെങ്കിലും ഡിലേ വരുമോ? എന്തെങ്കിലും പേയ്മെന്റ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അല്ലെ, അതിനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവും അതിനകത്ത്. മെഡിക്കൽ ബില്ലിങ്ങില് എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിലോ അല്ലെങ്കിൽ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ആണെങ്കിലോ നോക്കിയേ, സോ ദാറ്റ് അങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ, ഒരു അലേർട്ട് നമുക്ക് കിട്ടും. സോ ദാറ്റ് അതുകൊണ്ട് യു ക്യാൻ ടേക്ക് ആക്ഷൻ അക്കോർഡിംഗ് ടു നോംസ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച്, മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ആക്ഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാനും പറ്റുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിന് എന്താണ് അടുത്ത സ്റ്റെപ്പ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ എന്താണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തന്നെ നമുക്ക് ആക്ഷൻ എടുക്കാനും പറ്റുന്നു. ക്ലിയർ ആയില്ലേ ഇത്? ഓക്കെ, ഇനി അടുത്തതാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. Just as the patient portal പോലെ with the patient scheduling, patient can arrange it. അപ്പൊ അതിനകത്തെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. Dash features control all the billing network in less amount of time than usual. Less amount of time, അങ്ങനെ അത്രയും മതി. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ എന്നുള്ളത് കേട്ടോ. ഇനി നോക്കിയേ, just as the patient portal with the patient scheduling, patient can arrange their own appointments by merely logging into their respective accounts. Patient പോർട്ടലിനെ പോലെ തന്നെ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്വന്തം അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, ആ പേഷ്യന്റ് ഷെഡ്യൂളിങ്ങിലൂടെ നമുക്ക് ആ പേഷ്യൻസിന് തന്നെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ ലോഗ് നമുക്ക് എന്താ പാസ്വേഡ് ഒക്കെ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് സ്വന്തമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും അല്ലെ. പേഷ്യന്റ് ഷെഡ്യൂളിങ് ആ ഒരു
പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെ പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെ പേഷ്യൻസിന്റെ ഷെഡ്യൂളിംഗ് ഉപയോഗിച്ചിട്ട് പേഷ്യൻസിന് അവരുടെ അക്കൗണ്ടുകളിൽ ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. This way, I neither should wait in the line in the front of the doctor's chamber. അതെന്താ, നമുക്ക് ഡോക്ടറിന്റെ ചേംബറിൽ കുറെ സമയം വെയിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റൂലേ, നമ്മുടെ ക്യൂ നിൽക്കണത്. This way, അപ്പൊ ഇങ്ങനെ നമ്മൾ സ്വന്തം നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് വഴി എന്താണ്, this way they neither should wait in the line in front of the doctor's chamber. ഡോക്ടറിന്റെ ചേംബറിൽ അധിക സമയം അല്ലെങ്കിൽ നമ്മൾ ലൈൻ നിൽക്കുന്നത് അല്ലെ, ക്യൂ നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഓർ ക്ലിനിക് അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ അല്ലെ നമുക്ക് അധിക സമയം വെയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. നോ required to call the clinic repeatedly to have an appointment. അല്ലെങ്കിലോ നമുക്ക് ഈ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ക്ലിനിക്കിലേക്ക് റിപ്പീറ്റ് ആയിട്ട് നമ്മളെ ആവർത്തിച്ച് വിളിക്കുന്നതും അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് നമുക്ക് സ്വന്തമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിലൂടെ അല്ലെ, ഡോക്ടറിന്റെ ചേംബറിൽ കുറെ നേരം ലൈൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ക്ലിനിക്കിൽ കുറെ നേരം അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കിലേക്ക് നമ്മൾ വിളിക്കാറില്ലേ അല്ലെ, നമ്മളിങ്ങനെ വിളിക്കുമ്പോ ആദ്യം തന്നെ വിളിക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല, ഫോൺ എൻഗേജ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ ആദ്യം വിളിക്കുമ്പോൾ കിട്ടൂല, രണ്ടാമത് വിളിക്കുമ്പോൾ കിട്ടൂല, ചിലപ്പോ മൂന്നാമത് നാലാമത്തെ പ്രാവശ്യമായിരിക്കും നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ക്ലിനിക്കിലേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വിളിക്കുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. All the facility will be available. എല്ലാ ഫെസിലിറ്റിയും എത്ര സമയം, ഈ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ എങ്ങനെയാ, കുറച്ച് സമയമുള്ളോ, എത്ര സമയമുണ്ട് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ? 24 hours അല്ലെ. 24 മണിക്കൂർ, രാത്രി എത്ര രാത്രിയാണെങ്കിലും ഒക്കെ. മറ്റേത് ഹോസ്പിറ്റലിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ടൈം ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഇത്ര സമയം വരെ ആയിരിക്കും അവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതാകുമ്പോൾ 24/7, അത് ഇൻറ്റു എന്നാട്ടോ വായിക്കണേ കേട്ടോ. 24/7, ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ട്, 7 days 24 hours. ഓക്കെ, എല്ലാ ദിവസവും 24 മണിക്കൂറും നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. They can even go with their convenience with the availability of the doctor and make appointments accordingly. അല്ലെ, നമുക്കത് നമ്മുടെ സൗകര്യം അനുസരിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റും അല്ലെ. ഡോക്ടറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനും നമുക്കത് എന്താ പറയാ, ആ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് കിട്ടും. അത് ഏത് ഡോക്ടറാണോ അവൈലബിലിറ്റി, നമുക്ക് ചിലപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഡോക്ടറൊക്കെ ഉണ്ടാവും അല്ലെ, നമ്മൾ ഇന്ന ഡോക്ടറെ ആയിരിക്കും, അപ്പൊ ആ ഡോക്ടറെ ഉള്ള സമയം നോക്കിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പിള്ളേരെയൊക്കെ ആണെങ്കിൽ ഒരു സ്പെസിഫിക് ഡോക്ടറെയല്ലേ കാണിക്കുന്നേ, ഏത് ഇപ്പൊ പീഡിയാട്രിഷ്യൻ ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ തന്നെ കാണണമെങ്കിൽ നമുക്ക് ഇത് ഓൺലൈനിൽ നോക്കി ആ ഡോക്ടർ എപ്പോഴാണ് അവൈലബിൾ ഓൺലൈൻ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റൂലേ അല്ലെ. ഡോക്ടറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മുടെ സൗകര്യാർത്ഥം ഒക്കെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. These features is beneficial to the care providers too. ഇത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ഡോക്ടേഴ്സിന്റെ ഈ ഫീച്ചർ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, ഈ ഒരു ഫീച്ചർ എന്താണ്, അവർക്കും ബെനിഫിഷ്യൽ ആണ്. എങ്ങനെയാണ് ഡോക്ടർ, ഇപ്പൊ പേഷ്യന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, ഇനി ഡോക്ടറിന് എങ്ങനെയാണ് ഈ ഫീച്ചർ ബെനിഫിഷ്യൽ ആവുന്നത്? എങ്ങനെയാണ് ഡോക്ടറിന് ഈ ഫീച്ചർ ബെനിഫിഷ്യൽ ആവുന്നത്? ഓക്കെ, ദേ ക്യാൻ അലോട്ട് ദെയർ സ്റ്റാഫ്. അവർക്ക് ആ ഒരു സ്റ്റാഫിനെ അലോട്ട് ചെയ്യാൻ അല്ലെ. അപ്പൊ ഇതനുസരിച്ച് ഇപ്പൊ സ്റ്റാഫിന്റെ നമുക്ക് സിസ്റ്റത്തിൽ നോക്കി അറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ ഡ്യൂട്ടി ടൈം ഒക്കെ നമുക്ക് നോക്കിയിട്ട് സ്റ്റാഫിനെ അലോട്ട് ചെയ്യാം. ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഈ ഒരു ഫീച്ചർ ബെനിഫിഷ്യൽ ആണ്. എങ്ങനെ? ദേ ക്യാൻ അലോട്ട് ദെയർ സ്റ്റാഫ്. അവർക്ക് സ്റ്റാഫിനെ അലോട്ട് ചെയ്യാം. ടെസ്റ്റ് റൂമുകള് സെറ്റ് ചെയ്യാം. ആൻഡ് സ്പെഷ്യാലിറ്റി അപ്പാരറ്റസ് ഇഫ് റിക്വയർഡ്. ആവശ്യാനുസരണം പ്രത്യേക ഉപകരണങ്ങള് അല്ലെ, സ്പെഷ്യൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ അലോട്ട് ചെയ്യാനും ഒക്കെ ഈ ഫീച്ചർ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഇ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ആണ് കേട്ടോ.
ഇ പ്രിസ്ക്രൈബിംഗ്, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ഒന്ന് എഴുതി വെച്ചു. മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യൂലേ, e-prescribing, electronic prescribing. The software in health information system, the software in health information system accelerates എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വരിതപ്പെടുത്തുക എന്നാട്ടോ. accelerates എന്ന് പറഞ്ഞാൽ ത്വരിതപ്പെടുത്തുക. The complete prescription process, നമ്മുടെ മൊത്തത്തിലുള്ള ആ പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്, അതായത് മരുന്ന് നമ്മൾ പ്രിസ്ക്രൈബ് തരൂലേ, അതിനെ ത്വരിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്നു, മെച്ചപ്പെടുത്തുന്നു. This software, അപ്പൊ അവിടെ ചോദിക്കാം ഏത് സോഫ്റ്റ്വെയർ ആണ്? That software in health information system accelerates the complete prescription process. എല്ലാം നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്സിനെയും ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നത് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞതാണ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഇതിലെ ഈ സോഫ്റ്റ്വെയർ ആണ്. നോക്കിയേ, നോർമലി ഡൺ ബൈ ദ സ്റ്റാഫ് മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫീസ്. ഇതാരാണ് സാധാരണയായി ചെയ്യുന്നത്? സ്റ്റാഫ് മെമ്പേഴ്സ് ആണ് ഓഫ് ദ മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫീസ്. മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ ഓഫീസിൽ ചിലപ്പോ ഡോക്ടർ തന്നെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം അല്ലെ, അവര് തന്നെ ചിലപ്പോ ചില സ്ഥലങ്ങളിൽ ഡോക്ടർ തന്നെ ടൈപ്പ് ചെയ്യാം. ചിലപ്പോൾ ഡോക്ടർമാർക്ക് അസിസ്റ്റന്റുകൾ ഉണ്ടാവും അല്ലെ, അവരെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുള്ളൂ. നമ്മൾ പേഷ്യൻസിന് നോക്കിയിട്ട് ഇന്ന മരുന്നുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആയിരിക്കും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നത് അല്ലേ, അങ്ങനെയല്ലേ? ചിലപ്പോ ഡോക്ടറിന് തന്നെ ചെയ്യും. നമ്മൾ കൂടുതൽ മെഡിക്കൽ സ്റ്റാഫ് ചെയ്യുന്ന കണ്ടേക്കുന്നത് അല്ലെ, വലിയ വലിയ ഹോസ്പിറ്റലിലാകില്ലെങ്കിലും ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് എന്താ മരുന്നാ കൊടുക്കണ്ടേ എന്താന്നുള്ളത് പറയുള്ളൂ. അപ്പൊ ആ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് അല്ലെ, അസിസ്റ്റന്റ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്, അവരാണ് എന്ത് ചെയ്യുന്നത്, പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത് അല്ലെ. They are able to send and fill the prescription of every patient to the pharmacies online. അപ്പൊ അവര് ആ മെഡിക്കൽ സ്റ്റാഫുകള് പ്രിസ്ക്രിപ്ഷൻ എഴുതും, അതായത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യും. അത് എന്ത് ചെയ്യുന്നു? They are able to send, എങ്ങോട്ട് സെൻഡ് ചെയ്യും? അത് അവര് ഫില്ല് ചെയ്യും, സെൻഡ് ചെയ്യും ചെയ്യുന്നു. The prescription of every patient, ഓരോ പേഷ്യന്റിനും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് എങ്ങോട്ടേക്ക്? ഫാർമസീസിലേക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും അല്ലെ. ആ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർ ഡോക്ടർ പറയുന്നതിന്റെ അനുസരിച്ച് തന്നെ കമ്പ്യൂട്ടറിൽ പ്രിസ്ക്രിപ്ഷൻസ് ടൈപ്പ് ചെയ്യും. അത് നേരെ എങ്ങോട്ട് ചെയ്യും? എങ്ങോട്ടേക്ക്? ഫാർമസിയിലേക്ക് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒന്ന് ചീട്ടൊന്നും കൊണ്ടുപോകണ്ട അല്ലെ, നേരെ ഇനി ഫാർമസി ചെന്നാൽ നമുക്ക് മരുന്ന് കിട്ടൂലേ, അങ്ങനെയല്ലേ? ഓൾസോ they can trace the entire process, take any action if required. നമുക്ക് മൊത്തത്തിലുള്ള പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം? ട്രേസ് ചെയ്യാൻ പറ്റും. This way the whole process become safe and free of error. ഈ ഒരു മാർഗത്തിലൂടെ നമുക്ക് ഈ പ്രോസസ്സ് പെട്ടെന്നും നമുക്ക് സേഫ് ആയിട്ടും സുരക്ഷിതമായിട്ടും ഫ്രീ ഓഫ് എറർ, എറർ ഫ്രീ ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതെങ്കിൽ നമുക്ക് എൻറ്റയർ പ്രോസസ്സ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും എടുക്കാൻ പറ്റും കേട്ടോ. അവർക്ക് മുഴുവൻ ഇതും ഏത് സമയത്ത് ഇപ്പൊ പെട്ടെന്ന് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ നേരെ ഫാർമസിയിൽ അപ്പം തന്നെ കുറെ നേരം നിൽക്കണ്ട, ഓൺലൈനായിട്ട് പെട്ടെന്ന് തന്നെ എത്താം. ഇപ്പൊ ഡോക്ടർ അവിടെ എഴുതി തരുവാണെങ്കിലോ ചീട്ടായിട്ട് തരുവാണെങ്കിലോ നമ്മൾ അത് ചീട്ട് മേടിച്ച് അവിടെ കൊണ്ടു കൊടുത്ത് അവർ വാങ്ങിച്ച് ഒക്കെ സമയം പോകും അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻസ് എഴുതണേൽ ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയില്ല അല്ലെ, എററുകളൊന്നും വരാൻ സാധ്യതയില്ല, നേരെ ടൈപ്പ് ചെയ്യാണ് അവിടെ അല്ലെ. അപ്പോ അതിന് വേറെ മിസ്റ്റേക്കുകളൊന്നും വരാൻ സാധ്യതയില്ല. ഇതെങ്ങനെ? എറർ ഫ്രീ ആണ്, സേഫ് ആണ്, പെട്ടെന്ന് തന്നെ ആ ഒരു ബില്ലിംഗ് പ്രോസസ്സ് അല്ലെ, ബില്ലിംഗ് അല്ല, പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്സ്, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഈ പ്രിസ്ക്രൈബിങ് അവിടെ വരെയായിട്ട് നമ്മളിന്ന് നോക്കിയത്. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ഓക്കെ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് പോർട്ടല് ഫീച്ചർ. രണ്ടാമത്തെ മെഡിക്കൽ ബില്ലിങ്ങുകള്, പിന്നെ അടുത്ത പേഷ്യന്റിന്റെ ഷെഡ്യൂളിംഗ് ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ പ്രിസ്ക്രൈബിംഗ്, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. ഓക്കെ, ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.